ാണ് അവരെ സ്വീകരിച്ചത്. അവരുടെ ആ സംഗീതത്തിൽ അവർ വലിയ ശാന്തിയെ കണ്ടെത്തിയത്. എത്ര പെട്ടെന്നാണ് അവർ വെറുക്കപ്പെട്ടവരായി മാറിയത്. എത്ര പെട്ടെന്നാണ് അവർ വെറുക്കപ്പെട്ടവരായി മാറിയത്. തങ്ങളുടെ സംഗീതം അവതരിപ്പിക്കാൻ വേണ്ടി അനുവദിക്കപ്പെട്ട സ്ഥലത്ത് ജാതിയുടെയും മതത്തിനുമപ്പുറം ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ഒക്കെ സാഹോദര്യത്തോടെ ജീവിക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ അവർ ഭജന പാടുന്നതിന്റെ ഇടയിൽ ഒരു ക്രിസ്തീയ ഭക്തിഗാനം പാടാൻ പറഞ്ഞപ്പോ ആ സമയത്ത് അത് പാടിയതിന്റെ പേരിൽ അവർ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ടവരായി ആക്രോശിക്കപ്പെടുന്നു. എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് മനസ്സിലാവാത്തതെന്നാണ്. ആ സംഗീതത്തിലും നമ്മൾ മതത്തെയും വർഗീയതയും കടത്തുകയാണ്. എന്റെ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ സിനിമാ നടൻ ബൈജു പോലും അത് ധാരാളം ആളുകൾ ഇപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ അത് ഷെയർ ചെയ്യുന്നുണ്ട്. സിനിമാ നടൻ ബൈജു അത് ഷെയർ ചെയ്തിട്ടുണ്ട്. കൗസല്യ സുപ്രജ രാമപൂർവ സന്ധ്യാ പ്രവർത്തനെ ഉത്തിഷ്ഠ നരശാതുലം കർത്തവ്യം ദൈവമാന്തിതം ഉത്തിഷ്ഠോദിഷ്ട ഗോവിന്ദ ഉത്തിഷ്ഠ ഗരുഡധ്വജ ഉത്തിഷ്ഠ കമലാകാന്ത പ്രൈലോക്യം മംഗളം ഗുരു കമലാകുജ തിന്ദിന കുങ്കുമതോ നിയതാതുനി താതുല നീലതനോ എന്ന് ഞാൻ പാടിയ MS സുബ്ബലക്ഷ്മി പാടിയ പ്രഭാതത്തിൽ എല്ലാ ക്ഷേത്രങ്ങളിലും കേൾക്കുന്ന ഒരു പ്രഭാത ഗാനമുണ്ട്. അത് ഞാൻ പാടിയത് ഒരു പള്ളിയുടെ ഉദ്ഘാടന ദിവസം ആ പള്ളിയുടെ മുറ്റത്ത് വെച്ച് ഞാൻ പാടിയതാണ്. വാതിന്റെ ഇടയില് അത് ഞാൻ പാടിയത് എവിടെയാണെന്നറിയോ? വയനാട് ജില്ലയിലെ ഒരു പള്ളിയുടെ മുസ്ലിം പള്ളിയുടെ ഉദ്ഘാടനത്തിന് അന്ന് ആ പള്ളിയുടെ മുറ്റത്ത് വെച്ച് വാതിന്റെ ഇടയ്ക്ക് പാടിയതാണ് ഞാൻ. എത്രയോ പ്രാവശ്യം മതപ്രസംഗം നടക്കുമ്പോ മുസ്ലിം സഹോദരങ്ങൾ നടത്തുന്ന മതപ്രഭാഷണം നടത്തുമ്പോ പള്ളിയുടെ മുറ്റത്തിരുന്നിട്ടല്ല എത്രയോ സ്ഥലങ്ങളിൽ ഇരുന്ന് പാടിയിട്ടുണ്ട്. ഇന്നേ വരെ ആർക്കും എനിക്കത് പാടാൻ ഒരു തടസ്സവും തോന്നിയിട്ടില്ല. ഇന്ന് അവർ പാടിയ ഒരു ഗാനം നമ്മളെല്ലാ പാട്ടും പാടും. ചിലപ്പോൾ ആ മുറ്റത്തിരുന്നിട്ട് നമ്മൾ നന്ദഗോവിന്ദം ഭജൻസ്, ചിലപ്പോ ഹരിവരാസനം പാടും, ചിലപ്പോ ക്രിസ്തീയ ഭക്തിഗാനം പാടും, ചിലപ്പോ 1000 കാതം അകലെയാണെങ്കിലും കഴിവാലയം എന്നതിനെ കുറിച്ച് പാടും. ആ പാടുന്നതൊക്കെ കേരളത്തിന്റെ ഒരു തനിമയാണ്, അതതിന്റെ വൈവിധ്യമാണ്, അതതിന്റെ സാഹോദര്യമാണ്. അതിനെ തകർക്കാനൊന്നും നമ്മൾ വിട്ടുകൊടുക്കരുത് എന്ന് നാം ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. ഇതുപോലും പറയാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ആരാണ്? എല്ലാവരെയും ആക്ഷേപിക്കപ്പെടുന്ന ഒരു കാലത്ത് സാഹോദര്യത്തിന്റെ ഒരു വക്താക്കളായി നന്ദഗോവിന്ദം ഭജൻസ് എന്ന് പറയുന്നത് അവർ ഹൈന്ദവ സംഗീതത്തെ പ്രൊമോട്ട് ചെയ്യുന്നവരാണെന്നൊക്കെ ഒരു ഭാഗത്ത് പറഞ്ഞിരുന്നു. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എന്തിനാണ് കുറെ ചെറുപ്പക്കാർ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു സംഗീത ഗ്രൂപ്പ് അതവർ വളരെയേറെ കഷ്ടപ്പെട്ട് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോ അവരെ ഒരു മുദ്രയടിക്കുക, എന്നിട്ട് അവരെ ഒന്നാക്കി മാറ്റുക, പിന്നീട് അവരെ ഈ രീതിയിലാക്കി മാറ്റുക. നമ്മുടെ രാജ്യത്തും മതത്തിനും മതമിളകുമ്പോ മനുഷ്യനായി ജീവിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഈ പരിപാടി നടത്തുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് അധികാരികൾ വന്ന് ചോദിച്ചത് പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്ത് കട നടത്തുന്ന സുരേട്ടന്റെ അടുക്കലാണ്. ഈ പരിപാടിക്ക് വേണ്ടി വലിയ ആളുകൂടും. മുഹമ്മദ് കബീർ വാക്കബി പ്രഭാഷണത്തിന് വരുന്നുണ്ട്. വലിയ ആളുകൂടും, സംഘർഷം ഉണ്ടാകുന്നൊക്കെ ആരൊക്കെ പറഞ്ഞപ്പോ ഇതുമായി ബന്ധപ്പെട്ട പോലീസ് അധികാരികൾ സ്പെഷ്യൽ ബ്രാഞ്ച് വന്ന് അന്വേഷിക്കുന്നത് നമ്മുടെ നാട്ടിലെ സുരേട്ടന്റെ കടയിലാണ്. സുരേട്ടൻ പറഞ്ഞത് പത്തിരിപ്പാല പള്ളിയുടെ പരിപാടിയാണെങ്കിൽ അത് നടത്തണം ഞങ്ങളൊക്കെ തന്നെയാണ്. അങ്ങനെയാണ് നമ്മുടെ നാട്. യുവാക്കളെ, നിങ്ങൾ വർഗീയതകൾക്ക് അടിമപ്പെട്ടു പോകരുത്. ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയാണ്, ഈ രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണത്തിൽ, നമ്മുടെ രാജ്യത്തിന്റെ സന്തോഷത്തിൽ, നമ്മുടെ രാജ്യത്തിന്റെ സൗഹൃദത്തിൽ ഏറ്റവും വലിയ ഭാഗതയെ നിർണ്ണയിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ ജാതിക്കടിമകളായാൽ, വർഗീയതക്കടിമകളായാൽ, വർണ്ണങ്ങൾക്കടിമകളായാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് സാഹോദര്യത്തോടെ ഇവിടെ ജീവിക്കാൻ കഴിയുക? എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ രാജ്യത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുക? പ്രശസ്ത മാധ്യമ പ്രവർത്തക ശ്രീമതി പേര് മറന്നുപോയി, അവരുടെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ പ്രശസ്ത മാധ്യമ പ്രവർത്തക ശ്രീമതി ഷാനി പ്രഭാകരൻ ഈ അടുത്ത സമയത്ത് പറഞ്ഞതുപോലെ ഈ വിഷജീവികളൊക്കെ ഈ കേരളത്തിൽ ഇങ്ങനെ ഇളക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് നമ്മളൊക്കെ സാഹോദര്യത്തോടെ ജീവിക്കുന്നു എന്നതാണ് നമ്മുടെ ഈ കേരളത്തിന്റെ പ്രത്യേകത. എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട്
ഞാൻ പറഞ്ഞു വന്നത് ഏതെങ്കിലും വൈകാരിക വിക്ഷുബ്ധതകൾക്ക് അടിമകളായി കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ളവരല്ല. അങ്ങനെ ഒരു സമൂഹം മുഴുവനും മുമ്പോട്ട് വന്നാൽ അതിന്റെ പരിണിതഫലത്തെ കുറിച്ച് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. ഈ യുവാക്കളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ സൂര്യന്റെ ഭ്രമണപഥം മാറ്റാൻ അവർക്ക് കഴിയുന്നത് പോലെ അല്ലാഹു പറയുകയാണ്, ഒരു നാടിനെ അല്ലാഹു നശിപ്പിക്കാനുള്ള കാരണമേതെന്നറിയോ? ഒരു കാലത്തൊരു വലിയ